എല്ലാ എൻ്റെ യൂട്യൂബ് ഫ്രണ്ട്സിന് സുസ്വാഗതം. ഇന്ന് മോർണിംഗ് ആണ്, ഞാനിതാ ജോലിക്ക് പോകാൻ പോവുകയാണ്. ഇവിടെ നല്ല സൺഷൈനാണ്, പക്ഷേ തണുപ്പും ഉണ്ട് കേട്ടോ. സ്പ്രിങ് തുടങ്ങിയത് ഇന്നലെയായിരുന്നു. ഈ ഒരു നമ്മുടെ ഈ സീസൺ മാറി, അതായത് വിൻ്റർ മാറിയിട്ട് സ്പ്രിങ് സീസൺ എന്ന് പറഞ്ഞൊരു സീസൺ ഇവിടെ ഉണ്ട്. അതിൻ്റെ ഫസ്റ്റ് ദിവസമായിരുന്നു ഇന്നലെ. അപ്പോൾ ഇന്ന് മുതൽ സ്പ്രിങ്ങിൻ്റെ എല്ലാ തരത്തിലുള്ള പൂക്കൾ പൂക്കുന്നത്, അതുപോലെ തന്നെ ഒരുപാട് ഈ ഗ്രീനറി എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ഏർലി മോർണിംഗിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്താണ് എന്നായിരിക്കും. ഞാൻ ജോലിക്ക് പോവുകയാണ് ഇന്ന് രാവിലെ. ഇവിടുത്തെ ഒരു പാർക്കിലാണ്. ഇവിടുത്തെ വളരെ വിശാലമായ ഒരു പാർക്കാണ് കേട്ടോ. അപ്പോൾ ഈ പാർക്കിൽ രാവിലെ ഇവിടെ ഈ ഡോഗിനെയൊക്കെ ഇവർ കൊണ്ടുവരും. കാരണം ഈ ഡോഗിനെയൊക്കെ അവർ കൊണ്ടുവന്ന് അതിനെ തുറയിടുന്ന സ്ഥലമാണ് ഇതെല്ലാം. പക്ഷേ അങ്ങനെ ഒരു വലിയ പാർക്കാണ് കേട്ടോ. ഞാനിത് കാണിച്ചു തന്നെ, ഞാൻ ഇങ്ങനെ ചുറ്റി നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഭയങ്കര വലിയൊരു പാർക്കാണ്. ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങളോട് എനിക്ക് സംസാരിക്കാൻ തോന്നുന്നത്, നമ്മൾ ജീവിതത്തിൽ പലരെയും ചിത്രീകരിക്കുന്നത് വിവിധ രീതിയിലാണ്. അവരുടെ പദവിയോ അവരുടെ സമൂഹത്തിലുള്ള വിലയോ മാനിച്ച് അവരെന്ത് ചെയ്താലും ഒരു കുറ്റവും ആരും പറയാറില്ല. ഇപ്പം ഉദാഹരണത്തിന് കത്രീന കൈഫ് ഒരുപാട് പേജന്റ് ഷോയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അവരുടെ ഡ്രസ്സ് ഇപ്പോൾ അവർ ഇത് ബിക്കിനി ഇട്ടോ ഒക്കെ നമ്മൾ ഒരുപാട് ഇത് കണ്ടിട്ടുള്ള വ്യക്തികളാണല്ലേ. അപ്പോൾ അവരുടെ പേജന്റ് ഷോയിൽ അവരിപ്പോൾ സ്വിമ്മിങ് സൂട്ട് ഇട്ട് വന്നാലോ അല്ലെങ്കിൽ അവർ തുണി പറിച്ചിട്ട് വന്നാലോ ആരും ഒന്നും പറയാറില്ല. അവർ പറയും അയ്യോ ബ്യൂട്ടിഫുൾ ബോഡി, അതാണ് ഇതാണ് എന്ന് പറഞ്ഞ് അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കും. പക്ഷേ ഒരു പാവപ്പെട്ട ഒരു സ്ത്രീ അവളുടെ ജീവിതത്തിന് വേണ്ടി ചിലപ്പോൾ അവൾ പ്രോസ്റ്റിറ്റ്യൂട്ട് ആയേക്കാം. അത് അവളുടെ കുറ്റമല്ല, അവളുടെ സാഹചര്യങ്ങൾ അവളെ പ്രോസ്റ്റിറ്റ്യൂട്ട് ആക്കിയേക്കാം. പക്ഷെ അവരെ നമ്മുടെ സമൂഹം കല്ലെറിയാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സമൂഹം അവരെ ഒരുപാട് തരത്തിൽ അവരെ ഡീമോട്ടിവേറ്റ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പം അങ്ങനെ ഡീമോട്ടിവേറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? നമ്മൾ ഒരു കണക്കിന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാരെ വേർതിരിച്ച് കാണാറുണ്ട്. ഒരുപാട് പൈസയുള്ള ആൾക്കാരോ അല്ലെങ്കിൽ സമൂഹത്തിൽ ഉന്നത പദവിയിലിരിക്കുന്ന ആൾക്കാരോ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ അവരെന്ത് ചെയ്താലും അത് ശരിയാണ്. അതേസമയം ആ സെയിം കണ്ടൻറ്റ് വേറൊരു സാധാരണ തരത്തിലുള്ള ഒരു ലേഡി ചെയ്തു കഴിഞ്ഞാൽ അത് ഭയങ്കര പൊട്ടത്തരമാണ്, അവൾ വളരെ മോശപ്പെട്ടവളാണ് എന്ന് ചിത്രീകരിക്കുന്ന ഒരു രീതി നമ്മുടെ ഇടയിലുണ്ട്. നെഗറ്റീവ് കമൻറ്റ് കൊണ്ട് അവരെ ഒരുപാട് മാനസികമായിട്ട് തളർത്താറുണ്ട്. അതുപോലെ തന്നെ അതേസമയം ഈ സമൂഹത്തിൽ ഉന്നത പദവിയിൽ ഇരിക്കുന്നവരെ ഇവർ മോട്ടിവേറ്റ് ചെയ്യുകയല്ലേ ഉള്ളൂ, അവരെ ചെന്ന് തളർത്താൻ പോവില്ലല്ലോ, ഇല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങളെ ഞാൻ റിമൈൻഡ് ചെയ്യിപ്പിക്കാനാണ് ഈ ഒരു ടോക്ക് ഇന്ന് രാവിലെ ഞാൻ തരുന്നത്. ഞാൻ ജോലിക്ക് പോവുകയാണ്. ചങ്കളെ പുറകിൽ കണ്ടോ ബസ്സൊക്കെ പോകുന്നുണ്ടോ? ഇവിടുത്തെ ബസ് ഇങ്ങനെയാണ് കേട്ടോ. അപ്പം ഇത്തരം ഒരു കാര്യം, അതായത് നമ്മൾ എങ്ങനെ സമൂഹത്തിൽ എല്ലാവരെയും ഈക്വലായിട്ട് കാണണം എന്ന് നമ്മൾ പഠിക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെയായത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇവൾ ഇങ്ങനെ ആകാനുള്ള കാരണം, ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മൾ ജഡ്ജ് ചെയ്യാൻ നമ്മൾ ആരുമല്ല എന്ന ഒരു റിമൈൻഡറുമായിട്ട് റീന, ബൈ.